Hortus Malabaricus, Heritage International Exotic Aqua Pet Show and Mango Fest. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച. ഗ്രേ പാരറ്റ്, സെനഗൽ പാരറ്റ്, ബ്രോയിഡഡ് പാരറ്റ്, സൺ കോണർ, ജാൻഡെ കോണർ, നദ്യ കോണർ, പേർലി കോണർ, ബ്ലൂ യെല്ലോ സൈഡഡ്, ഗ്രീൻ ചീക്ക്, ബ്ലൂ മോങ്ക്, റെയിൻബോ ലോറിക്കീറ്റ്, റെഡ് കളേർഡ് ലോറിക്കീറ്റ്, 5 type finch, ferret, sugar glider, hedgehog, python, iguana red, iguana green, 5 type pheasant, 5 type rare fancy hen, 5 type rare pigeons, turkey, tarantula spider. വരിക, ആസ്വദിക്കുക. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 40 രൂപ. മെയ് 21 ആരംഭിക്കുന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ. കുമ്പളങ്ങി മുരിക്കുത്തറ കോളനിയിലെ വെള്ളക്കെട്ട്, ജനം ദുരിതത്തിൽ. കുമ്പളങ്ങി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ മുരിക്കുത്തറ കോളനി റോഡിലെ വെള്ളക്കെട്ട് കാരണം ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണം. 200-ൽ പരം കുടുംബങ്ങൾ ജീവിക്കുന്ന ജനങ്ങളുടെ ഏകപാതയാണ് ഈ റോഡ്. 15 വർഷമായി അധികാരികൾ ഈ റോഡിൽ ഒരു വികസനവും നടത്തിയിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ മഴ ഇങ്ങനെ തുടങ്ങി ഞങ്ങൾ ഈ റോഡിൽ കൂടി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ കുഞ്ഞുമക്കളൊക്കെ പഠിക്കാൻ പോണേല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും? എത്രയോ പിള്ളേര് പോണതാണ്, അവരെല്ലാവരും വീണ് തല്ലിയാണ് പോണത്. ഇതിനൊരു പരിഹാരം ആരും ഇതുവരെയും കണ്ടിട്ടില്ല. എല്ലാവരും ഇപ്പൊ ചെയ്യാന്ന് പറയും. വോട്ട് ചെയ്യാൻ നേരത്തെ എല്ലാവരും വരും. ഞങ്ങളുടെ ഈ വഴി കുറേ വർഷങ്ങളായി ഇങ്ങനെ തന്നെ കിടക്കണത്. അപ്പൊ ഇത് നന്നാക്കാനായിട്ട് ഫണ്ട് പാസ്സായി, അത് പാസ്സായി, ഇത് പാസ്സായി, ഇവിടെ ബോർഡ് വെച്ചൊക്കെ കഴിഞ്ഞിട്ടും ഇത് ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല. ഈ വഴിയിലാണെങ്കിൽ ആൾക്കാർ വീഴുകയാണ്. വണ്ടിയായിട്ട് വന്നിട്ട് എത്ര പേരാണ് ഇവിടെ വീഴണമെന്നറിയാമോ? ഞങ്ങളിപ്പോൾ ഇവിടെ കൂടി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്നടുത്ത് കുഴിയേണ്ട, ഇന്നടുത്ത് കമ്പി പൊങ്ങി നിൽക്കേണ്ടെന്ന് അറിയാം. വേറൊരു അറിയപ്പെടാത്തൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വണ്ടിയോ വന്നാൽ അവർ ശരിക്കും അപകടത്തിൽ പെട്ടത് തന്നെയാണ്. കാരണം അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയാലേ ഏത് കുഴിയിൽ വീഴും, ഏത് കമ്പിയിൽ തട്ടി അവർ ടയർ പോകും. സ്കൂൾ തുറക്കുന്ന സന്ദർഭത്തിൽ 100ഓളം കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനുള്ള ഏക മാർഗമാണിത്. ഈ സന്ദർഭത്തിൽ അധികാരികൾ ഇതിനുവേണ്ടി യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം മണ്ഡലം ജനറൽ സെക്രട്ടറി പി. രാജേഷ് നിർവഹിച്ചു. ഇവിടെ ആമുഖമായിട്ട് സുധീർ പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം ഏറ്റെടുക്കുകയല്ല. ഭാരതീയ ജനതാ പാർട്ടി കൊണ്ട് ഇത് സമരരംഗത്തേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ വാർഡ്, ഈ 9-ാം വാർഡ് വളരെ പിന്നോക്കം നിൽക്കുന്നൊരു വാർഡാണ്. പിന്നോക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ കുമ്പളങ്ങി തെക്കൻ പ്രദേശം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും അവഗണിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. റീനു ഹർഷൻ, സുധീർ വി, ടി ഡി ഷൈജു, NL ജെയിംസ്, സന്തോഷ് പുളിക്കൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അല്ലെങ്കിൽ തുടർന്നു പോകുന്ന കേരളത്തിലെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കഴിഞ്ഞ വർഷങ്ങളിലും തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന പ്രതിപക്ഷം, യഥാർത്ഥ പ്രതിപക്ഷം എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അത് യാതൊരു സംശയവുമില്ല. ഭാരതീയ ജനതാ പാർട്ടി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്നില്ല. CPM-ന്റെ ഒരു കുത്തകപാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് അവർ കാണിക്കുന്ന എല്ലാ തോന്നിയവാസങ്ങൾക്കും കൂട്ടുനിൽക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടികൾക്ക് സാധിക്കുകയില്ല. ഇതിന്റെ ഭാഗമായി ഇവരുടെ വികസന ജനവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ തുടർന്ന് സമ്മേളനം ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് ജെയിംസ് നിർവഹിച്ചു. BMS-ന്റെ പ്രതിനിധിയായി NS സലീം പങ്കെടുത്തു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡാണിത്. ഈ 9-ാം വാർഡിൽ കിടക്കണ പോലെ ഒരു റോഡ് ഇവിടെ ഈ കുമ്പളങ്ങിയിലില്ല. എന്താണെന്ന് വെച്ചാൽ എന്തോരം മനുഷ്യരാണ് ഇവിടെ വീഴണമെന്നറിയാമോ? ഇത് ആൾക്കാരുടെ അവരോട് ഈ വോട്ട് നേരത്തിന് മാത്രം എല്ലാവരും ഇവിടെ വരും, എന്നിട്ട് വോട്ടും മേടിച്ചിട്ട് അവർ പോകും. പക്ഷേ ഞങ്ങളുടെ വഴി ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വഴി സ്കൂൾ തുറക്കാൻ വേണ്ടിയാണ്. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.